60-ലധികം വർഷത്തെ കാത്തിരിപ്പ് ചെറിയ കാലയളവല്ല ഒരു ജനതയെ സംബന്ധിച്ച്. നോക്കൂ, ഇന്നിപ്പോൾ അതിനൊരു തുടക്കം കുറിക്കുകയാണ്. ഇനിയും വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണം അത് പൂർണ്ണ തോതിൽ നാം ഉദ്ദേശിച്ച നിലയിലേക്ക് മാറാൻ. പക്ഷേ ഈ ഉറപ്പ് ഒരു ജനവിഭാഗത്തിനൊന്നാകെയും അതോടൊപ്പം ഒരു സംസ്ഥാനത്തിനും നൽകുന്ന ആത്മവിശ്വാസം എത്രമാത്രമാണ്? തീർച്ചയായിട്ടും ആനക്കാമ്പൽ കള്ളാടി മേപ്പാടിയുടെ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ആനക്കാമ്പലിൽ നിർവഹിച്ചത്. ഇവിടെ ഒഴുകിയെത്തിയ ജനം ഒരു കുടിയേറ്റ മേഖലയിൽ 1948 മുതൽ കുടിയേറ്റം നടന്ന ആനക്കാമ്പൽ എന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കിഴക്കൻ മലയോര മേഖലയിൽ ആ കുടിയേറ്റ ജനത മലമ്പാമ്പിനോടും കാട്ടുപന്നിയോടും കാട്ടുപോത്തിനോടും ഒക്കെ പടവെട്ടി ജീവിച്ച മലയോര ജനത അന്നു മുതൽ കണ്ട ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന നിമിഷം ആസ്വദിക്കാൻ, കണ്ട് മനസ്സിലാക്കാൻ, അതിൻ്റെ ഭാഗമാകാൻ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായ ഉദ്ഘാടന ചടങ്ങായിട്ടാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങ് മാറിയത്. ഒരിക്കലും നടക്കില്ല എന്ന് വിധി എഴുതുന്നത് എന്തും നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുന്ന നിലയിലേക്ക് മാറി. താമരശ്ശേരി ബിഷപ്പ് ഇന്നത്തെ ചടങ്ങിലുണ്ടായിരുന്നു. ബഹുമാനായ റെമോജിയോസ് ഇഞ്ചനാലിൽ പിതാവ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് പറഞ്ഞത്, നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് നടപ്പിലാക്കാൻ ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ ഏത് വികസന പ്രവർത്തനവും യാഥാർത്ഥ്യമാകും. അതിന് ഉദാഹരണമാണ് ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി അതിന് ഒരു തെളിവാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപതയുടെ മെത്രാൻ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ നാട് കാത്തിരുന്ന, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടന്നേക്കാമെന്ന് കരുതുന്ന പദ്ധതികൾ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് വലിയ പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറിയ കാലത്ത് വയനാട്ടിലേക്ക് ഇതിലെ ഒരു വഴിയുണ്ടായിരുന്നു. ആ വഴി ഒരു ബദൽപാതയായി ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞ് നാൾ മുതൽ തുടങ്ങിയതാണ് അന്വേഷണങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളും എല്ലാം. എന്നാൽ ഇന്ന് ആ പദ്ധതിയെ ആരൊക്കെയോ കേട്ടും പറഞ്ഞും കണ്ടിട്ടുള്ള ഒരു പദ്ധതിയെ ഒരു തുരങ്കപാതയെ വിഭാവനം ചെയ്ത് അതിനാവശ്യമായ 2134 കോടി രൂപ അതിനനുവദിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച്, ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത വയനാട് ചുരത്തിലുണ്ടായ ബ്ലോക്കുമായി ബന്ധപ്പെട്ടാണ്. വയനാട്ടിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന വലിയ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്ക് ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് അവർക്ക് നൽകുന്നൊരു സമ്മാനമായി, ഈ മലയോര മേഖലയിലെ കാർഷിക മേഖലയിലെ കുടിയേറ്റ ജനതയ്ക്ക് നൽകുന്നൊരു സമ്മാനമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറെ സന്തോഷത്തോടെ, അതിലേറെ മനോഹരമായി ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.